നമ്മളിപ്പോൾ കേരളത്തിൽ നമ്മൾ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കാം ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സംഭവമാണ് പ്രൈവറ്റ് ലേബൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. അൻബായ് പറഞ്ഞതുപോലെ ഡാറ്റാസിൻ്റെയും കൺസൾട്ടൻസിൻ്റെ ഒക്കെ അതിപ്രസരമായിരിക്കും ഇത് വളരെ ഈസി ആയി മാറി എന്നുള്ളതാണ്. പക്ഷെ ഞാൻ പറയും അത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈസി എന്നുള്ളത്. അത് കൊണ്ടു നടക്കുക എന്നുള്ളിടത്തിൽ ഇനിയും എന്തൊക്കെയോ കാര്യങ്ങൾ, അത് ഒരു പക്ഷേ ഡാറ്റാ മാനേജ്മെന്റിനോ കൺസൾട്ടൻസിക്കോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു ഏരിയ അവിടെ ഇപ്പോഴും ഒരു മിസ്റ്ററി പോലെ നിൽക്കുന്നുണ്ട്. ആ മിസ്റ്ററിനെ ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു പാഷനും അതിനേക്കാൾ ഉപരി നമ്മൾ ഇതിനോട് എടുക്കുന്ന ഒരു എന്താ പറയാ ഡെഡിക്കേഷനും ഹാർഡ് വർക്കും, അത് നമുക്ക് എത്രത്തോളം 100% ആയിട്ട് ഡെലിവർ ചെയ്യാൻ പറ്റുന്നുണ്ടോ അയാൾക്ക് ഏത് ഫീൽഡിലാണ്. ഇപ്പോൾ ഓൺടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞു, ഇപ്പോൾ തൊട്ട് മുന്നേ എനിക്കൊരു എക്സ്പീരിയൻസ്, എൻ്റെ ഒരു കസിൻ, ഒരു ചെറിയ മോൾ, അവൾ കോളേജിൽ ഓൺടർപ്രണർഷിപ്പിനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് അവസരം കിട്ടിയപ്പോൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു എന്താണ് ഓൺടർപ്രണർഷിപ്പ്. എൻ്റെ ഒരു തോട്ട് പെട്ടെന്ന് ഞാൻ പറഞ്ഞൊരു ആൻസർ എന്താണെന്ന് വെച്ചാൽ, ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റി ഓഫ് ക്യാരക്ടറാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കൂടെ ഉള്ള ആളുകളെയും കൂടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡിനാണ് ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയാം. അവിടെ നമുക്ക് നമ്മളെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് എടുത്തു നോക്കുമ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ നമുക്കത് ചെയ്തു കൊടുക്കാം, അത് ഫ്രണ്ട്ഷിപ്പാണ്. പക്ഷെ അയാളെ കൊണ്ട് അത് ചെയ്യിക്കുന്നതും അയാൾ അതിനെ കേപ്പബിൾ ആക്കുന്നതും അത് ഓൺടർപ്രണർഷിപ്പാണ്. ഇത് ബേസിക്കലി നമുക്കൊരു ഐഡിയ മൈൻഡിൽ ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയും സക്സസ് ആവും. കാര്യം നമ്മളെ കൂടെ ആളുകളെ കിട്ടിക്കഴിഞ്ഞാൽ അയാളും കൂടെ നമ്മളെയും അയാളുടെയും ഡെവലപ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ സക്സസ് ആവും. ദാറ്റ്സ് ഇറ്റ്.